C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇന്നിവിടെ വലിയൊരു ലഹള ഉണ്ടാവും. നരേന്ദ്രമാമ എണീറ്റിട്ടും അവൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നരേന്ദ്രമാമയ്ക്ക് ഞാൻ ചായ കൊണ്ടുകൊടുക്കാമേ. നമ്മളൊന്നും ഭാഗ്യമില്ലാത്തവരാ മോനെ. ഭാഗ്യം കൊണ്ട് ജനിച്ചത് അവള് മാത്രമേ ഉള്ളൂ. എവിടെയായിരുന്നു എന്റെ കുട്ടി? ഇങ്ങ് താമത്തിശി. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി തൊലഞ്ഞ്? എടിലോ നാശം. നോമിനേഷൻ കൊടുക്കേണ്ട ദിവസം കണി അവളല്ലെങ്കിൽ എല്ലാം തീർന്നു. എടി ലച്ചു, ലച്ചു, ലച്ചോ, ലച്ചോ. ഞാനിവിടെ തന്നെ ഉണ്ട്. എത്ര നേരം ഞാൻ നിന്നെ വിളിക്കുന്നു? നീ എവിടെയായിരുന്നടി? രാവിലെ മുറിക്ക് പുറത്തു വന്ന് നിക്കണം നിനക്കറിയില്ലേ? അല്ല, അത് പിന്നെ നരേന്ദ്രേട്ടൻ ഇന്നലെ രാത്രി ഒരുപാട് വൈകിയ വന്നേന്ന് അറിഞ്ഞു. ഉണരാൻ താമസിക്കുന്നു കരുതി. ഞാൻ വരുന്നീം പോന്നൊന്നും നീ അറിയണ്ട. നിന്നോട് പറഞ്ഞ ജോലി അത് എന്താ വെച്ചാൽ അത് ചെയ്താ മതി. മനസ്സിലായ? അളിയ, ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. എന്ത് നോക്കിക്കോ, പോ പുറത്ത്. അളിയ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ അളിയനെതിരെ ചന്ദ്രൻപിള്ളിയെ മത്സരിക്കുന്നേ. സത്യമാണോ നീ പറയുന്നത്? അതെ അളിയ, അയാളുടെ വാർഡ് സ്ത്രീ സംവരണം ആയില്ലേ, അതാ നമ്മുടെ വാർഡിലേക്ക് അയാൾ ചാടിയത്. പണിയാകൂലടാ. ചന്ദ്രൻപിള്ളിയുടെ ബന്ധുക്കളെ നമ്മുടെ വാർഡിൽ കുറെ വോട്ടുകളുണ്ട്. അതിന് പുറമെയാണ് ആ കോളനിക്കാരും നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇത്തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാമെന്ന അളിയന്റെ മോഹത്തില ചന്ദ്രൻപിള്ള കാലെടുത്ത് വെച്ചിരിക്കുന്നത്. സോറി 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 സോറി. ഇത് ഞാനേ ഇന്നും ഇന്നലെ ഒന്നും കേൾക്കാൻ തുടങ്ങിയല്ലോ. നമ്മൾ പരിചയപ്പെട്ടിട്ട് 731 ദിവസവും 14 മണിക്കൂറും 43 സെക്കൻഡുമായി. ഇതിൽ ഒരു ദിവസം പോലും സഞ്ജു പറഞ്ഞ സമയത്ത് വന്നിട്ടില്ല. ഇങ്ങനെ സോറി പറയാതിരുന്നിട്ടുമില്ല. സോറി. പിന്നെ റോസ് എനിക്കിഷ്ടമാ, പക്ഷേ ലേറ്റ് ആവുന്ന എനിക്കിഷ്ടമല്ല. നിനക്കറിയാലോ സ്വാതി, MBA കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തിയ ഉടൻ ബിസിനസ് ഒക്കെ മുത്തച്ഛൻ എന്നെ ഏൽപ്പിച്ചു. അറിയാവല്ലോ അതിന്റെ തിരക്ക്, അല്ലാതെ മനഃപൂർവ്വം അല്ല. സഞ്ജു ബാംഗ്ലൂരിലെ നമ്മുടെ കോളേജിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയ മുതൽ അവിടെ ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടൽ അതെനിക്കേ അറിയൂ. സഞ്ജുവിനും അതേ ഫീലിംഗ് ഉണ്ടായിരുന്നാൽ എന്നെക്കാ മുമ്പേ സഞ്ജു ഇവിടെ ഓടിയെത്തേനെ. ക്ഷമിക്കതോ, പിന്നെ ഇനി എന്നും താൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇനി ഞാൻ ലേറ്റ് ആവില്ല, സമയം കൃത്യമായിട്ട് പാലിച്ചോളാം. പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വല്ല ഓർമ്മയുണ്ടോ? നമ്മൾ പരസ്പരം പ്രണയം പറഞ്ഞതിന്റെ 2nd ആനിവേഴ്സറി. ഓഹോ, ഇന്ന് കാക്ക മലന്ന് പറക്കും. ഇതെങ്കിലും ഒന്ന് ഓർത്തു വെച്ചല്ലോ. ഒന്ന് പോടോ, മധുരമുള്ള ഓർമ്മകള് ആരെങ്കിലും മറക്കൂ? എന്താടാ ഇത്? എന്റെ വക ഒരു കുഞ്ഞു ഗിഫ്റ്റ്. അങ്ങനെയാണോ?
ശരി. ലവ് യു. ഒരുപാട് ഒരുപാട്. ഇത് എന്റെ വക ഒരു സമ്മാനം. അയ്യോ, അയ്യോ ലച്ചു, അവരിപ്പോ വീഴും. അമ്മേ, അയ്യോ അമ്മേ, എന്തു പറ്റി? എന്താ, വെള്ളം വേണോ? എന്താ അമ്മേ? അയ്യോ, പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. പറ അമ്മേ, വെള്ളം വേണോ? അതൊന്നും എടുത്തിട്ട് വാ മോളെ. അമ്മ വന്ന കാർ ഇതായിരിക്കും. അയ്യോ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഓ, ഇവിടെ റേഞ്ചിന് എന്തോ പ്രോബ്ലം ഉണ്ട്, അതിന്റെ. ഞാനിപ്പോ വിളിക്കാൻ സ്വാതി. എന്തിനാ സഞ്ജു എന്നെ ഇങ്ങനെ മണ്ടിയാക്കുന്നത്? അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സംസാരിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടെന്ന് ഇച്ചിരി മുന്നേ പറഞ്ഞ ആളാ. ഞാനൊരു പ്രധാന കാര്യം പറയാൻ തുടങ്ങുമ്പോ ഇപ്പൊ വിഷയം മാറ്റുന്നേ. എനിക്കിപ്പോ മനസ്സിലാവുന്നില്ല സഞ്ജുനെ. ഹലോ ഹലോ സഞ്ജു, കേക്കുന്നുണ്ടോ? ഹലോ സഞ്ജു. ഇതാണോ? നോക്കി. ഒന്നുമില്ല, ഒന്നുമില്ല. അയ്യോ പേടിക്കണ്ട. അയ്യോ അയ്യോ അമ്മേ, അമ്മേ ഒന്നും പറ്റില്ല കേട്ടോ അമ്മേ. അമ്മേ സാറില്ല, സാറില്ല. ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? ആശ്വാസമുണ്ട് മോളെ. എന്റെ മോളോട് നന്ദി പറയേണ്ടത് ഞാനല്ലേ? അയ്യോ, അതിനെന്തിനാ നന്ദി പറയുന്നേ? ദേവി കാത്തോളും. ഇനി അമ്മയ്ക്ക് സൂക്കടം ഒന്നും വരില്ല. അയ്യോ, വീട്ടില് തിരക്കുണ്ടമ്മേ. പോട്ടെ, വാ നന്ദുട്ടാ, വന്നേ, വേഗം നടക്ക്. മോളെ. ആനന്ദവല്ലി, തൊള്ളെ കൊണ്ടു ഞാൻ തോറ്റ്. ഒരു വഴിക്കിറങ്ങുകയാണെന്ന് അമ്മയ്ക്കറിയില്ലേ? നിങ്ങൾ എന്തായാലും ജോത്സ്യനെ കാണാൻ പോവൂലേ? ഈ ജാതകം കൂടി ഒന്ന് നോക്ക്. എന്തിന്? എപ്പോഴാ നമ്മുടെ ലച്ചുവിന്റെ മംഗല്യയോഗം എന്നറിയാലോ. ഇവക്ക് മംഗല്യയോഗോ? അതിനിവളെ ആര് കെട്ടിക്കൊണ്ടു പോകാൻ വരാനാ? ഇവളുടെ ജന്മം എങ്ങനെയാണെന്ന് അമ്മ മറന്നോ? എനിക്ക് 2 മക്കളെ തന്ന ശേഷ നിങ്ങളുടെ മോൻ ഇവളുടെ അമ്മയെ രഹസ്യമായി സംബന്ധം ചെയ്തത്. കുടുംബത്തിൽ പറഞ്ഞ ഒരുത്തൻ ഈ ജന്മം അവളെ ചോദിച്ചു വരില്ല. അമ്മ പോകുന്ന കൂട്ടത്തില് ഇതും കൂടെ നോക്കിന്ന് പറഞ്ഞ എന്ത് നഷ്ടം വരാനാ? എന്റെ അപ്പച്ചി, അതൊന്ന് വാങ്ങിയേ. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ആർക്കും വിഷമം വരണ്ട. നല്ലൊരു കാര്യത്തിനാ പോന്നെ. ശ്രീകരം, ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണോടി കുറ്റിച്ചൂലായിട്ട് മുന്നിൽ വന്നിരിക്കുന്നത്? മുന്നിൽ നിന്ന് മാറിയിക്കടി.
വണ്ടി എടുക്കറ. മോളെ, അവളിത് ഇന്നും ഇന്നലെയും പറയുന്നതല്ലോ. വിഷമിക്കണ്ട. വെറുതെ ആരും ഭൂമിയിൽ വന്ന് പിറക്കില്ലല്ലോ. മോക്കും ദൈവം ഒരു ജീവിതം വിധിച്ചിട്ടുണ്ട്. ഉറപ്പാ, ചിലപ്പോ എല്ലാരും മോഹിക്കുന്ന ഒരു ജീവിതം. പിഴച്ചുണ്ടായവള് ഭാഗ്യവതി, നേരായ വഴിക്കുണ്ടായ സന്തതികളുടേത് പാപജാതകവും. ശാസ്ത്രികൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. സത്യപ്പച്ചി, ലച്ചുവിനെ കണി കണ്ട കാര്യസാധ്യം ഉറപ്പാ. അതിനുവേണ്ടിയല്ലേ ലച്ചുവിന്റെ മുഖം കാണാൻ ഞാൻ വാശി പിടിക്കുന്നേ. അവള് കൈവിട്ടു പോയാൽ നമുക്ക് പിന്നെ സംഭവിക്കുന്നത് തിരിച്ചടിയായിരിക്കും. അതിന് മുത്തശ്ശി അവളുടെ കല്യാണത്തിന് ധൃതി വെക്കല്ലേ. അവളെ കണ്ട് മോഹിച്ച് പല ആലോചനയും എന്റെ അടുത്ത് വരുന്നുണ്ട്. അവളുടെ അമ്മയുടെ ചരിത്രം പറഞ്ഞ് ഞാനെല്ലാം മുടക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നുള്ള കാര്യം ഉറപ്പായി. ജയിച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ നരേന്ദ്ര? ആ ജയം എന്നും നിന്റെ കൂടെ നിലനിർത്തണ്ടേ? ആ വയസ്സിൽ തള്ള കണ്ണടച്ചിരുന്നെങ്കിൽ അവളെ വീട്ടിൽ തന്നെ പിടിച്ച് നിർത്തായിരുന്നു. അതും നടക്കുന്നില്ലല്ലോ. അവള് കാണാൻ അഴകുള്ള പെണ്ണ. ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ചാടിപ്പോയ എന്ത് ചെയ്യും? കടന്നു കളഞ്ഞിട്ടാവും നമ്മൾ വിവരറിയ. ചായ. നിന്നെ ഞാനൊന്ന് നന്നായി കണി കാണട്ടെ ലച്ചു. നിക്ക് ലച്ചു, കപ്പൂടെ കൊണ്ടുപോ. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം ലച്ചു അറിഞ്ഞില്ലേ? ഞാൻ ജയിക്കോ തോക്കോ ലച്ചു പറഞ്ഞ സംഭവിക്കുക. അല്ല, അതാ ഞാൻ വിശ്വസിക്കുക. എന്റെ ദേവി, പരീക്ഷിക്കാണോ? എപ്പോഴാ ദേഷ്യം വരുന്നതെന്ന് അറിയില്ലല്ലോ. പറ ലച്ചു. നരേന്ദ്രേട്ടൻ ജയിക്കും. എനിക്ക് സന്തോഷായി. ലച്ചു നന്നായി പ്രാർത്ഥിക്കണേ. ഞാൻ പ്രാർത്ഥിക്കാം. ജയിച്ചാ ലച്ചുവിന്റെ നരേന്ദ്രൻ ചേട്ടൻ പിന്നെ ആരാ? പഞ്ചായത്ത് പ്രസിഡന്റാ. ആ ഭാഗ്യമൊക്കെ അനുഭവിക്കേണ്ടത് ലച്ചു കൂടിയാ. എന്നാ ഞാൻ പോട്ടെ. പൊക്കോ ലച്ചു. ലച്ചുവിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും നരേന്ദ്രൻ ചേട്ടനോട് പറയണം കേട്ടോ. ഇവൾ ഇത്രയും സുന്ദരിയാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായത്. വളർന്നു വലിയ പെണ്ണായി പോയില്ലേ? അതെന്തായാലും നോക്കിയത് നന്നായി. ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു മാസത്തിനുള്ളിൽ അവളുടെ കല്യാണം നടത്തണമെന്നാ ജ്യോത്സ്യൻ ജാതകം നോക്കി പറഞ്ഞിരിക്കുന്നത്. ഒരു മാസത്തിനുള്ളിലോ? അതെങ്ങനെ നടക്കാനാമേ? അതിനുള്ളിൽ ഒരു പയ്യനെ കണ്ടുപിടിക്കണ്ടേ? അത് തന്നെയാ പ്രശ്നമായിട്ട് ഞാൻ പറഞ്ഞത്. ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ കല്യാണം നടത്തണ്ടേ? ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ മംഗല്യയോഗം കാണുന്നത് 35 വയസ്സിന് ശേഷാ. അയ്യോ, പെണ്ണ് മൂത്ത് നരച്ചു പോവില്ലേ? എന്റെ ദൈവമേ, എന്റെ കുട്ടി വീട്ടിലിരുന്ന് പോകുവോ? ഞാൻ അവളെ ചില്ലറ വഴക്ക് പറയും ശാസിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും അവളുടെ അങ്ങനൊരവസ്ഥ കണ്ടിരിക്കാൻ പറ്റൂ? ഞാൻ നരേന്ദ്രനോടും അർജുനോടും പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വലിയ കുറ്റം പറയാത്ത ഒരു ചെക്കനെ കണ്ടുപിടിക്കാൻ. നരേന്ദ്രൻ വിചാരിച്ച നടക്കാവുന്ന കാര്യമുള്ളൂ. ആദ്യായാലോ? അമ്മയ്ക്ക് ഒരാധിയും വേണ്ട. 3-4 വർഷം കൂടെ കഴിയട്ടെ എന്ന് കരുതിയതാ ഞാൻ. ഇനിയിപ്പൊ ആ ചിന്ത വേണ്ട.
ശങ്കരശാസ്ത്രികൾ പറയുന്നത് അച്ചിട്ടാ. 1 മാസത്തിനുള്ളിൽ അവളുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ആനന്ദവല്ലിയ പറയുന്നത്. അത് എന്റെ കൂടെ ഉത്തരവാദിത്ത. ഒന്ന് നിർത്ത്. ഇനിയും തീർന്നില്ലേ ഇതൊന്നും? വീണ്ടും വീണ്ടും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഞാൻ പ്രതികരിച്ചു പോവില്ലേ മോളെ? ഈ മനുഷ്യന്റെ ആരാ അവര്? ബന്ധുക്കളൊന്നും അല്ലല്ലോ. എന്റെ ആർക്കും വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. ജന്മം തന്ന മാതാപിതാക്കൾ യാചനയുമായി മകളുടെ അടുത്തേക്കാ വന്നത്. എന്റെ മനസ്സിൽ നിന്ന് ആ കാഴ്ച മാഞ്ഞു പോകുന്നില്ല മോളെ. ഒരു മകളുടെ അച്ഛനാ ഞാനും. എന്റെ മകളിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാവില്ല ഒരു കാലത്തും. അങ്ങനെയാ ഞാൻ അവളെ വളർത്തിയത്. ആ സ്ത്രീയുള്ള വീട്ടിലേക്ക് പോവാൻ അമ്മയ്ക്ക് പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടിക്കാലം മുതലേ അമ്മയുടെ വാക്കുകളിലൂടെ ഞാൻ കേൾക്കുന്നത്. ആ സ്ത്രീ അമ്മയുടെ കുടുംബം തകർത്ത സങ്കടം അമ്മയ്ക്ക്. എന്നിട്ടും അവര് ഇപ്പോഴും ഒരുങ്ങി വേഷം കെട്ടി നടക്കുക. മോളെ, ശ്രീദേവിയെ പറ്റി നിന്റെ അമ്മ പറഞ്ഞ അറിവേ നിനക്കുള്ളൂ. അതാണ് സത്യമെന്ന് നീ കരുതുന്നു. നേരിൽ കണ്ടറിയാതെ ആരെ പറ്റി മുൻപതി വെച്ച് ഒന്നും പറയരുത്. ഭർത്താവ് മരിച്ച ശ്രീദേവി താലിയിട്ട് നടക്കുന്നത് കണ്ട ആൾക്കാർ എന്നോട് പറഞ്ഞത്. നിങ്ങൾക്ക് അതുപോലെ നാണക്കേടായിട്ട് തോന്നുന്നില്ല അല്ലേ? അമ്മ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. മുത്തശ്ശനും മുത്തശ്ശിയും മറ്റാരെക്കാളും അമ്മ എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരിവിടെ വരില്ലല്ലോ. അവരുടെ വാക്ക് കേൾക്കാതെ അമ്മ പോവാതെ ഇരുന്നാൽ ആ ചടങ്ങ് നടക്കില്ല. പക്ഷേ അമ്മ പോയാലോ? അമ്മ ഒരാള് മനസ്സ് കാണിച്ചിട്ടാ ആ ചടങ്ങ് നടന്നതെന്ന് അവിടെ എല്ലാവരും പറയും. അവിടെ അമ്മ ആരായി? അമ്മയ്ക്കുള്ള സ്ഥാനം എന്താവും? അമ്മേ, എനിക്ക് തോന്നുന്നേ ഇതമ്മയ്ക്ക് മധുരമായി പ്രതികാരം ചെയ്യാനുള്ള ഒരവസരമാണെന്ന്. അവളുള്ള വീട്ടിൽ കേമത്തം കാണിക്കാൻ ഞാൻ പോണോന്നാണോ നീ പറഞ്ഞു വരുന്നത്? അമ്മ സ്ത്രീയുടെ മുന്നിൽ താഴാനൊന്നും പോകുന്നില്ലല്ലോ. പക്ഷെ അമ്മയുടെ അച്ഛന്റെയും അമ്മയുടെയും അവസാന കാല ആഗ്രഹം സാധിച്ചു കൊടുത്ത അനുസരണമുള്ള മകളായിരിക്കും അമ്മ. പിന്നെ ചടങ്ങ് കഴിഞ്ഞ ഉടനെ അമ്മ തിരിച്ചു പോരണം. ഒരു തുള്ളി വെള്ളം പോലും ആ വീട്ടിൽ നിന്ന് കുടിക്കാൻ നിൽക്കരുത്. അമ്മ അതിന് തയ്യാറായാൽ ആ സ്ത്രീയുടെ അവസ്ഥ എന്താവും? അവർക്ക് സ്വയം വിലയില്ലാതാവും. ലജ്ജിച്ച് അവർ തല താഴ്ത്തു. ഇനി എന്റെ അമ്മ തന്നെ ഒന്ന് തീരുമാനിക്കും. അച്ഛാ, അച്ഛാ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ടോ? വാ അമ്മേ, ഇങ്ങ് വാ. എന്താ? കാവേരി, കാവേരി വാ. അച്ഛൻ ഇവിടെ. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പോലെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികം ഗംഭീരായി നടക്കും. വലിയശിപ്പ് എന്നെ വിളിച്ചിരുന്നു. അവളെന്താ പറഞ്ഞത്? വരാമെന്നാണോ? അതെ, പക്ഷേ വലിയശിക്കൊരു ഡിമാൻഡുണ്ട്. അത് പാലിക്കാൻ എല്ലാവരും തയ്യാറാവണം. അങ്ങനെ ചെയ്യാന്ന് വാക്ക് കൊടുത്താൽ മാത്രമേ വലിയച്ചി ഈ വീട്ടിൽ കാലുപോലും കുത്തൂ. അവളുടെ ആവശ്യം എന്താണെന്ന് നീ പറ. വലിയച്ചി ഈ വീട്ടിൽ വന്ന് പോകുന്നവരെ ഈ മുഖം വലിയച്ചി കാണാൻ പാടില്ല. ചടങ്ങ് കഴിയുന്നവരെ ആ പരിസരത്ത് വലിയച്ചിയുടെ കൺവെട്ടത്ത് ഈ സ്ത്രീ വരരുത്. ഈ ആവശ്യം അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ പറയാം. കാഞ്ചനയുടെ ആവശ്യം നീ അറിഞ്ഞതാണല്ലോ. അത് അതുപോലെ നടക്കണം. കാഞ്ചന ആവശ്യപ്പെട്ടത് അക്ഷരം പ്രതി അനുസരിക്കാൻ ഞാൻ തയ്യാറാ. ചടങ്ങ് കഴിഞ്ഞ് അതിഥികൾ പോകുന്നത് വരെ
ഞാൻ മുറിക്ക് പുറത്തേക്ക് വരില്ല. വാക്ക്. അതെ, വെള്ളിയേച്ചി ഞങ്ങൾക്ക് അതിഥിയല്ല. അയ്യോ, ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. എന്നാലും മോളെ, നിന്നെ തടവുകാരിയെ പോലെ മുറിക്കകത്ത് അടച്ചിട്ടിട്ട് ഈ വീട്ടിലൊരു ആഘോഷം നടത്തുക എന്ന് വെച്ചാ എന്താ ഇവിടെ നടത്തുന്നത്? നമ്മുടെ വിവാഹ വാർഷികം ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും ചേർന്നതാ. നമ്മുടെ കുടുംബത്തിൽ പിന്നെയുള്ളതേ ക്ഷണിക്കപ്പെടാതെ വന്ന് കേറിയവരാ. അവർക്ക് അർഹിക്കുന്ന സ്ഥാനമേ നൽകാവൂ. മുത്തശ്ശി എന്താ കുടുംബക്കാരെ വന്നു കയറിയവരെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്? ആരാ ഇപ്പൊ വന്നു കയറിയ ടീം? മറ്റൊന്നുമല്ല, ഈ ചടങ്ങിനെ പുറത്തുനിന്ന് വരുന്നവരെ പറ്റി അമ്മ പറയായിരുന്നു. അമ്മയുടെ ഒരു കാര്യം. ചടങ്ങോ? അതെ, വെള്ളിയേച്ചി വരാന്ന് ഇപ്പൊ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. ഓ മൈ ഗോഡ്, ഇനി എന്ത് തടസ്സമുള്ളത്? എല്ലാം മാറി കിട്ടിയില്ലേ? വല്യപ്പിച്ചയുടെ പിണക്കവും ഇതോടെ തീരും. എന്താ മുത്തച്ഛനൊരു സന്തോഷമില്ലാത്തത്? നമ്മളിത് പൊളിക്കല്ലേ? മുത്തച്ഛൻ ഒന്നും കൂടി മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികളുടെ ഒക്കെ മുന്നിൽ വെച്ച് മുത്തശ്ശിയെ താലികെട്ടാൻ പോവല്ലേ? സമയം തീരെയില്ല സഞ്ജു, ഒരുക്കങ്ങളെല്ലാം വേഗത്തിലാവണം. അതപ്പച്ചി എനിക്ക് വിട്ടേക്കേ, ഞാനിത് തകർത്തിരിക്കും. എവിടെ രാജു? രാജു എടാ രാജു, കുറെ പ്ലാൻ ചെയ്യാനുണ്ട്. ഒട്ടും ടൈമില്ല, ഇത് കലക്കണം. നീ വാ. നീ ഇതുവരെ റെഡിയായില്ലേ? അതെ, എനിക്ക് ഒരു സമാധാനവും ഇല്ല. കാഞ്ചന ഇനി വരാതിരിക്കോ? രാവിലെ നീ അവളെ വിളിച്ചതല്ലേ? എതിരൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ ശരി തന്നെ, ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചടങ്ങ് നടന്നേ തീരൂ. പിന്നെ കാഞ്ചന വന്നില്ലേ, ഞാനീ മുറിയിന്ന് വെളിയിലിറങ്ങില്ല. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എനിക്കതൊന്നും അറിയണ്ട. ഞാൻ ഇറങ്ങില്ല എന്ന് പറഞ്ഞാ എന്താ ഞാനീ കാണുന്നേ? മുഹൂർത്തം കാത്തിരിക്കുകയാണോ ചെക്കനും പെണ്ണും? ഞങ്ങളുടെ മനസ്സിൽ ആശങ്കയാ മോനെ. ഒന്ന് കെട്ടിയതല്ലേ, ഒരു ടെൻഷനും വേണ്ട മുത്തശ്ശി. ഇല്ലേ? നീ തമാശ വിടറാ. വിട്ടു. കാഞ്ചന നമ്മളെ പറ്റിച്ചതാണെന്നൊരു സംശയമുണ്ട് മോനെ. പറ്റിക്കാനോ? എന്തിന്? വരുമെന്ന് വല്യപ്പച്ചി ഇങ്ങോട്ട് വിളിച്ചല്ലേ പറഞ്ഞത്? അതാ എന്റെ മുത്തശ്ശിക്ക് ഇപ്പൊ സംശയമായിരിക്കുന്നത്. എത്താവെന്ന് പറഞ്ഞ സമയവും കഴിഞ്ഞു, വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നുമില്ല. നമ്മളെല്ലാവരെയും ക്ഷണിച്ചു വരുത്തി കഴിഞ്ഞു. ഇനി ചടങ്ങ് നടക്കില്ലെന്ന് പറഞ്ഞ വലിയ അപമാനോ? വല്യപ്പച്ചി വരും. ഇനി വന്നില്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് എന്ന് കൊണ്ടുവരും. ഇത് എന്റെ പ്രസിഡന്റിന്റെ പ്രശ്നം. മുത്തശ്ശനും മുത്തശ്ശി സമാധാനമായിട്ടിരിക്കെ. സഞ്ജു അല്ലേ പറയുന്നത്? മുത്തശ്ശ, കാഞ്ചനേച്ചിയും ഭർത്താവും എത്തി. എന്റെ മോള് വന്നോ? വാ വാ. ഒടുവിൽ എന്റെ മോക്ക് വരാൻ തോന്നിയല്ലോ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നത് ഇന്നാ. അതുകൊണ്ട് എല്ലാരെയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എന്ന് വരില്ല കേട്ടോ. ഇറ്റ്സ് ഓക്കെ. ഞാൻ ദിനേശ് പണിക്കർ, കാവേരിയുടെ ഹസ്ബൻഡാ. ഡൽഹിയിലായിരുന്നു. നിങ്ങൾ വരുന്നോണ്ട് മാത്രം വന്നത്. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാൻ പ്രഭാചന്ദ്രൻ. മോളെ കൊണ്ടുവന്നില്ലേ? ശ്രീകുട്ടിക്ക് ഇന്നൊരു എക്സാം ഉണ്ട്. അല്ലെങ്കിലും അവൾ ആൾക്കൂട്ടത്തിലേക്കൊന്നും വരില്ല. അവളെ ഒന്ന് കാണാൻ ആശിച്ചതാ ഞാൻ.
അതിന് ഇനി സമയമുണ്ടല്ലോ. ശ്രീകുട്ടി മാരീഡ് ആണോ? അല്ല, അവൾക്ക് വിവാഹാലോചനകൾ വരുന്നുണ്ട്. അവളുടെ കല്യാണമെങ്കിലും ഞങ്ങളെ അറിയിക്കണേ മോളെ. ദേ, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ അകത്തോട്ട് കയറുവാ. ചേച്ചി വാ. വല്ലീസിക്ക് വലിയ മാറ്റമൊന്നുമില്ല. പഴയ ഗ്ലാമർ അല്പം കുറഞ്ഞെന്ന് മാത്രം. ഒരു കുഞ്ഞില്ലാത്ത നിന്റെ സങ്കടമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതിനുള്ള സമയമായിട്ടില്ലെന്ന് കരുതിയേ മതി. സമയല്ല വല്ലീച്ചി, ഭാഗ്യ വേണ്ടത്. പിന്നെ അവളിവിടെ എങ്ങാനും ഉണ്ടോ? ആ, മോളിലുണ്ട്. അറിയാലോ, ശ്രീദേവിയുടെ മുഖം കണ്ട ആ നിമിഷം ഞാനിവിടെ ഇറങ്ങും. പിന്നെ എന്നെ അപമാനിച്ചതിനുള്ള ശിക്ഷ നിനക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. അതിനവള് പുറത്തു വന്നിട്ട് വേണ്ടേ കവിതയെ ഓർപ്പ് തരുന്നു. നീ എന്തൊക്കെയാ ആനന്ദവല്ലി പറയുന്നത്? പയ്യൻ വന്ന് പെണ്ണിനെ കാണാതെ കല്യാണം തീരുമാനിച്ചെന്നോ? അയാളോടുള്ള താല്പര്യക്കുറവുകൊണ്ട് വെറുതെ പറഞ്ഞാണോ നീ? പിന്നെ ഈ ഫോട്ടോയും ജാതകവും എന്റെ അലമാരിയിൽ നിന്ന് പൊട്ടിമുളച്ചു വന്നാണോ? അവളെ എവിടെ വെച്ച് കണ്ടെന്നാ? അമ്പലത്തിൽ വെച്ച് കണ്ടെന്നല്ലേ അളിയ പറഞ്ഞ? അതെ അതെ അതെ, പയ്യനും അവന്റെ അമ്മയും തൊഴാൻ വന്നപ്പോഴാ ഇവളെ കണ്ടത്. തിരുമേനോട് ചോദിച്ചാ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് ജാതകമായി കൊടുക്കുകയും ചെയ്തു. വലിയ കുടുംബക്കാരും കാശുകാരുവാ. നിങ്ങൾ രണ്ടുപേരും വന്നില്ലായിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ തന്നെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചേനെ. എന്തായാലും പിണക്കൊക്കെ മാറിയല്ലോ. എന്റെ പിണക്കത്തിന്റെ കാര്യം എന്താന്ന് മോൻ അറിയോ? വല്യപ്പച്ചി വർഷങ്ങൾക്ക് മുമ്പ് പിണങ്ങി വീട് വിട്ട് പോയെന്നല്ലാതെ അതിന്റെ റീസൺ ഒന്നും എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ട് ആരും വ്യക്തമായിട്ടൊന്നും പറഞ്ഞതുമില്ല. അത് സത്യവാ, ഞങ്ങൾ സഞ്ജുവോടൊന്നും പറഞ്ഞിട്ടില്ല. അമ്മയും പറഞ്ഞിട്ടില്ല. ഇനി അത് അറിയണമെന്നുമില്ല. അതെന്താ? തമ്മി കാണാൻ പരിചയപ്പെടുകയൊക്കെ ചെയ്തല്ലോ. ഇനിയും പിണക്കത്തിന്റെ ഭാഗ്യമുണ്ടെങ്കിൽ അത് തീർക്കാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. മോളെ, അതിന് നിനക്ക് മനസ്സ് വന്നാ ഞങ്ങൾക്ക് 100 വട്ടം സമ്മത. അതൊരു മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതും. സഞ്ജുവിനോട് ശ്രീദേവിയോട് ആലോചിക്കാതാണോ നീ ഇതൊക്കെ പറയുന്നത്? അച്ഛൻ എതിർപ്പുണ്ടെങ്കിൽ അതിപ്പ പറയണം. എനിക്കെന്തിനു എതിർപ്പുണ്ടാവണം? പറഞ്ഞു വന്ന സഞ്ജുവിന്റെ മറുപ്പണല്ലേ അവള്. ഈ വിവാഹം നമുക്ക് നടത്തണം അമ്മേ. ഞാൻ എന്തു പറയുന്നോ അതെന്റെ പേരക്കുട്ടി അനുസരിക്കും. അവൻ ശ്രീകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടും. ശുഭശാരികേ നറുഭാഗ്യ താരാംഗനേ നീലിമേ നീല പോലെ നീ തഴുകീണമീ നാടിനെ ചെമ്മാനച്ചേലാണെന്നേ മഞ്ചാടി പിന്നാളിൽ സന്തോഷത്തീരം കണ്ടേ കൊഞ്ചും നിരണ്ടേ. എന്താടാ പേടിച്ചു പോയല്ലോ? ദുൽഖർ സൽമാനെ ഞാൻ അങ്ങടിച്ചു മാറ്റി. ലക്ഷിത ഒന്നുകൂടെ നോക്കിക്കോ. ഇനി തന്നെ ഞാനാ ശരിക്കും കാണാത്തെ. അത് ശരി, നിനക്ക് കണ്ടിട്ടും മതിയായില്ല അല്ലേ? ഒന്ന് പോ മുത്തശ്ശി. ദേ മുത്തശ്ശി, ലക്ഷിത നാണം വന്നു നോക്കിയേ. നാട്ടുകാർക്ക് മാത്രല്ല എന്റെ കുട്ടിക്ക് ഭാഗ്യം വന്നു.
മുത്തശ്ശിയുടെ കുട്ടിക്കാലത്ത് ഈ കാണുന്ന പറമ്പ് മുഴുവനും കപ്പയായിരുന്നു. വിളവെടുപ്പാകുമ്പോ ഇവിടെ ഒരു ഉത്സവാ. അത് മൊത്തം നമ്മൾ കഴിക്കോ മുത്തശ്ശി? ഇല്ല മോനെ, ചന്തയെ കൊണ്ടു കൊടുക്കും. ആ, കുഞ്ഞൂട്ടൻ വരുന്നുണ്ട് കേട്ടോ. ഹായ് ജിലേബി. നല്ല ജിലേബി. തെണ്ടി നടന്നിട്ട് വന്നിട്ടുണ്ട് കുടുംബക്കാരെ പറയിപ്പിക്കാൻ. വല്ല ഉത്സവോ കാഴ്ചയും കാണാൻ പോകുന്നല്ലാതെ ആരുടെ കയ്യിന്നു ഒരവതാരം അവൻ പറ്റുന്നില്ല. അവനിങ്ങനെ പ്രാകരുത്. നീ തന്നെയല്ലേ അവനെ പ്രസവിച്ചതും? എന്റെ വയറ്റി വന്ന് പിറന്നു പോയി നോശം. ഇതിപ്പോ കേറി വരുമ്പോ മാത്രം ശകാരം കേട്ടാ മതിയല്ലോ, ഇവിടെ നിന്നാ സദാ നേരം കേക്കണ്ടേ. വോട്ട് ചെയ്തിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതല്ലേടാ നീ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വല്ല ബോധമുണ്ടോ നിനക്ക്? പറയുന്നതാ കുറ്റം. അതിനിവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? നരേന്ദ്രളെയും ജയിച്ചു, പ്രസിഡന്റായി. അതിന് നിന്റെ സഹായം ഒന്നും അവന് വേണ്ടി വന്നില്ല. സ്വാരി കൊണ്ട് വെക്കടി. കുഞ്ഞൂട്ട, ലച്ചുവിന്റെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. അതെപ്പോഴാ? പയ്യനും കൂട്ടി എപ്പോഴാ വന്നത്? അവിടുന്ന് ആരും ഇങ്ങോട്ട് വന്നില്ല. മുത്തശ്ശി എന്തൊക്കെയായി പറയുന്നേ? പയ്യൻ വന്ന് പെണ്ണിനെ കാണാതെ കല്യാണം ഉറപ്പിച്ചു. അത് പിന്നെ മോനെ, ഞാൻ പറയാം. കഥയറിയാതെ ചാടല്ലേ ചക്ക. പയ്യനും അവന്റെ അമ്മയും അമ്പലത്തിൽ വെച്ച് അവളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാ നരേന്ദ്രന്റെ അടുത്തേക്ക് അവരാളെ വിട്ടത്. അവരിങ്ങോട്ട് വരാനിരുന്നത് ഇലക്ഷന്റെ തലേന്നായിരുന്നു. പിറ്റേന്ന് പയ്യന് ജോലി സ്ഥലത്തേക്ക് മടങ്ങി പോണം. പയ്യന്റെ ഫോട്ടോയും ഗ്രഹനിലയും അവര് തന്നു. ഇവളുടെ അങ്ങോട്ടും കൊടുത്തു. നല്ല പൊരുത്തമാ കാണുന്നത്. ഇനി ഇവിടുന്ന് നരേന്ദ്രനും അർജുനനും നമ്മുടെ വേണ്ടപ്പെട്ട നാട്ടുകാരെയും കൂട്ടി അങ്ങോട്ട് പോകാനിരിക്കുക. താങ്ക് യു. ഇപ്പോഴാ എനിക്ക് എന്റെ പഴയ വലിയച്ചയെ തിരിച്ചു കിട്ടിയ. നമ്മുടെ മനസ്സിനേറ്റ മുറിവുകൾ ഉണങ്ങാൻ ഈ ഒരൊറ്റ തീരുമാനം മാത്രം മതി. ഇതേ ഒരു നല്ല മാസ്റ്റർ പ്ലാനാ. വലിയച്ചിയുടെ മനസ്സിൽ ഇങ്ങനെയൊന്നുണ്ടെന്ന് ഞാൻ കരുതിയതേയല്ല. വരില്ലാന്ന് തീർത്തു പറഞ്ഞ വലിയച്ചി വരാമെന്ന് വിളിച്ചറിയിച്ചത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നല്ലേ? ഒരിക്കലുമല്ല. ഇവിടെ വരുന്നത് വരെ ഇങ്ങനൊരു കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ലേ. സഞ്ജുവിന്റെ സ്മാർട്ട്നെസ്സും അവന്റെ ചുറുചുറുക്കം കണ്ടപ്പോ ശ്രീകുട്ടി അവന് നന്നായിട്ട് ചേരുമെന്ന് തോന്നി. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു മാർഗമില്ല. സഞ്ജുവിന്റെ പെണ്ണായി ശ്രീകുട്ടി ഈ വീടിന്റെ പടി കയറിയാൽ എന്റെയും സ്വപ്നം അസഫലമാവുന്നു. ഞാൻ അനുഭവിച്ച അവഹേളനയും വേദനയും ഒക്കെ ശ്രീദേവിയെ കൊണ്ട് എനിക്ക് അനുഭവിപ്പിക്കണം. അവൾ പൂർണ്ണമായി ഒറ്റപ്പെടണം. നമ്മുടെ സന്തോഷം തല്ലി തകർത്ത് നമ്മളെ അകറ്റിയതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് വിധിക്കുക. വലിയച്ചയുടെ മകളിലൂടെ. സഞ്ജു അവരുടേതായ എല്ലാത്തിന്റെ അവകാശി വല്യേച്ചിയുടെ മകളായിരിക്കും. മകൾ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാ അധികാരത്തോടെയും വല്യേച്ചിക്ക് ഇവിടെ വരാം. അതോടെ ഇപ്പോഴത്തേക്കാൾ കഷ്ടത്തിലാകാൻ പോകുന്നത് ശ്രീദേവിയമ്മയായിരിക്കും. എന്റെ മകൾക്ക് ഏറ്റവും നല്ല വരൻ വേണം, ഒരു ജീവിതം വേണം. എന്റെ കൺസെപ്റ്റിന് ഒത്തുവന്നത് സഞ്ജുവാ. പിന്നെ എനിക്ക് ഈ വീട്ടിൽ കിട്ടാതെ പോയ പരിഗണന എന്റെ മോൾക്ക് കിട്ടണം. എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ എന്റെ മകളിലൂടെ എനിക്ക് നേടിയെടുക്കണം. പക്ഷേ ശ്രീദേവി ഈ ബന്ധം സമ്മതിച്ചു തരൂ? അങ്ങനൊരു സംശയം വലിയച്ചിക്ക് വേണ്ട. അവൾക്ക് ഈ വീട്ടിൽ ശബ്ദമില്ല. ഇത് നമ്മുടെ അമ്മയുടെ വാക്കാ. ഇപ്പോ സഞ്ജുവും ശ്രീകുട്ടിയും തമ്മിലുള്ള വിവാഹം അത് നടന്നിരിക്കും. ഇനി ഞങ്ങളോടുള്ള പിണക്കം വല്യപ്പച്ചി മനസ്സിൽ വെച്ചേക്കരുത്. ഈ ദിവസം എല്ലാവർക്കും സന്തോഷം തിരികെ തന്നത് വല്യപ്പച്ചി അങ്കിളുവാ. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും മുഖത്തെ സന്തോഷം കണ്ടോ? ഈ സന്തോഷം എന്നും ഉണ്ടാവണം. അവരുടെ സന്തോഷം ഞങ്ങളുടെ എല്ലാ സന്തോഷം. അവൻ പറയുന്ന സത്യ വലിയച്ചി. അച്ഛനും അമ്മയും എന്താഗ്രഹിച്ചാലും അവൻ അത് നിറവേറ്റി കൊടുക്കും. എന്തും വല്യപ്പച്ചിക്ക് എന്താ അതിൽ സംശയം? അവരുടെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു കൊടുക്കും.
എന്റെ പേരക്കുട്ടിയെ നീ മനസ്സിലാക്കിയിട്ടില്ല മോളെ. ഞങ്ങൾ എന്തു പറയുന്നോ അതിലപ്പുറം ഒന്നുമില്ല അവന്. എങ്കിൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി വല്യപ്പച്ചിക്കും കുറച്ച് സന്തോഷം കൊടുത്തൂടെ? എന്താ നീ ഉദ്ദേശിച്ചത്? സമയം കിട്ടുമ്പോഴൊക്കെ വല്യപ്പച്ചി ഈ വീട്ടിലേക്ക് വരണം. എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവൻ കളയാൻ തയ്യാറായി നിൽക്കുന്ന നിന്നോട് ഇനി ഞാൻ എന്ത് പറയാന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.